Hello guys, welcome to the unboxing of my much awaited planner Alicia Souza. കുറേ കാലമായി കാത്തിരുന്ന് സെലക്ട് ചെയ്തൊരു പ്ലാനറാണിത്. എത്രത്തോളം യൂസ് ചെയ്യുന്നറിയില്ല, ബട്ട് മാക്സിമം നോക്കാം. ഞാൻ ഒരു ട്രയോ ബോക്സ് ആയിരുന്നു എടുത്തത്. അതിൽ വരുന്ന ഐറ്റംസ് കുറച്ചധികം ഉണ്ടായിരുന്നു. ഇത്രയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. സോ ഫസ്റ്റ് വാസ് കലണ്ടർ. ഒരു സൈഡിൽ ഫോട്ടോസായിട്ടും മറ്റേ സൈഡിൽ നമുക്ക് റൈറ്റിങ്സ് മാതിരി എഴുതാൻ പറ്റുന്ന രീതിയിലൊരു ബ്യൂട്ടിഫുൾ കലണ്ടർ ആയിരുന്നു. ഓരോ മന്തും ഡിഫറെൻറ്റ് തീമായിട്ട് വരുന്നതായിരുന്നു. നമുക്കത് പിന്നെ വേണമെങ്കിൽ ഫോട്ടോ ഫ്രെയിം മാതിരി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നെക്സ്റ്റ് ഒരു വാൾ കലണ്ടർ കൂടാതെ തന്നെ അവർ നമുക്കൊരു ഡെസ്ക് കലണ്ടറും തന്നായിരുന്നു. ദിസ് വാസ് ഓൾസോ എ വെരി ക്യൂട്ട് വൺ വിത്ത് സ്റ്റിക്കേഴ്സ് ഇൻ ഇറ്റ്. നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ അടിയിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഐ എം നോട്ട് എ ഡെസ്ക് കലണ്ടർ പേഴ്സൺ ആസ് സച്ച്, ബട്ട് ലെറ്റ് സി എത്രത്തോളം യൂസ് ചെയ്യും എന്ന രീതിയിൽ നോക്കാം. ഒരു ഹാബിറ്റ് ട്രാക്കർ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ തീരെ യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല, ബട്ട് സ്റ്റിക്കേഴ്സ് വാസ് ഗുഡ് ആൻഡ് ഡെസ്ക് കലണ്ടർ വാസ് ഓഫ് ഹൈ ക്വാളിറ്റി. Either I might use it or I might re-gift it to someone. യൂസ് ചെയ്തിരിക്കുന്നതാണ് ഭേദം റീഗിഫ്റ്റ് ചെയ്യുന്നതാണല്ലോ, കിട്ടുന്നവർക്കൊരു സന്തോഷം അതേ രീതിയിൽ. പിന്നെ ദിസ് വാസ് അനദർ പൗച്ച്, ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്, ജസ്റ്റ് ബട്ട് ക്യൂട്ട് ലിറ്റിൽ ഹൈ ക്വാളിറ്റി പൗച്ച്. ദിസ് ഇസ് എ ഗിഫ്റ്റിംഗ് ബാഗ്. ഇത് മിക്കവാറും ഗിഫ്റ്റ് ചെയ്ത് ഞാൻ കയ്യിൽ തന്നെ കൊണ്ടുനടക്കാനാണ് ചാൻസ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് യൂഷ്വലി. നെക്സ്റ്റ് വാസ് അനദർ ബോക്സ് ഓഫ് ക്യൂട്ട് ലിറ്റിൽ ഐറ്റംസ്. ദിസ് ഞാൻ കുറേ കാത്തിരുന്ന് എന്താ എന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റഡ് ആയ ഒരു ബോക്സ് ആയിരുന്നു ഇത്. ദ ഫസ്റ്റ് വൺ വാസ് എ ടീ കോസ്റ്റർ. ഇറ്റ്സ് എ ക്യൂട്ട് വൺ. നമുക്ക് വർക്ക് സ്റ്റേഷനിൽ ഒരു പോസിറ്റിവിറ്റിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാധനം. നെക്സ്റ്റ് വാസ് സ്റ്റിക്കി നോട്ട്. ഇത് നോർമലി കാണുന്നൊരു സ്റ്റിക്കി നോട്ട് മെറ്റീരിയൽ അല്ല, ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഷീറ്റ് ആയിരുന്നു. വല്ല മാർക്കർ എന്തെങ്കിലും വേണം, ബട്ട് ഇറ്റ് വാസ് എ ക്യൂട്ട് വൺ. നെക്സ്റ്റ് വാസ് എ ബോബ ടീ ബുക്ക്. ഇത് ഞാൻ മോസ്റ്റ്ലി എൻ്റെ ഡേ ടു ഡേ ടാസ്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ ചാൻസ് ഉള്ളൊരു ബുക്കാണ്. ഓർ ഇറ്റ്സ് സോ ക്യൂട്ട് ദാറ്റ് ഐ മൈറ്റ് ഗിഫ്റ്റ് ഇറ്റ് ടു സമ്മൺ ഓൾസോ. ഹൈ ചാൻസസ് ഫോർ ദാറ്റ് ആസ് വെൽ. ദിസ് വാസ് സംതിങ് ന്യൂ ഫോർ മീ. ഇതൊരു പെൻ ഹോൾഡറാണ്. ഞാനതിങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഐ യൂസ് ആൻഡ് ടെൽ ഹൗ ഇറ്റ് ഈസ്. പിന്നെ വാസ് എ പോക്കറ്റ് പ്ലാനർ. പേഴ്സണലി സ്പീക്കിംഗ് ഐ എം നോട്ട് മച്ച് ഫാൻ ഓഫ് ദിസ് വൺ. ലെറ്റ്സ് സീ ഹൗ ഐ വിൽ യൂസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് വാസ് എ വാഷി ടേപ്പ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ദിസ് വാസ് സംതിങ് വിച്ച് ഐ വാസ് വെരി മച്ച് എക്സൈറ്റഡ് ഫോർ. ഇതൊരു കളറിങ് ബുക്കായിരുന്നു. വാട്ടർ കളേഴ്സ് മാതിരി സൈഡിൽ തന്നെ കളേഴ്സ് ഉണ്ട്. ഒരു ബ്രഷ്, അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് അവർ ബ്രഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വെള്ളത്തിൽ മുക്കി കളർ എടുത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ ഫ്രീ ബി. ഐ ഹവ് നോട്ട് യൂസ്ഡ് ഇറ്റ്. വെരി മച്ച് എക്സൈറ്റഡ് ടു യൂസ് ദിസ്. ഞാൻ നോക്കിയിട്ട് പറയാം അത് എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാ പ്രൊഡക്ട്സും കൂടെ കാണുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല, ബട്ട് നോക്കാം. ആൻഡ് ഫൈനലി ദ പ്ലാനർ ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്ച്വലി ഒരു സ്റ്റിക്കർ ബുക്ക് വരുന്നുണ്ടായിരുന്നു. അലീഷ്യൻ്റെ സ്റ്റിക്കേഴ്സ് വാസ് സംതിങ് ദാറ്റ് ഐ വാണ്ടഡ് വെരി ബാഡ്ലി ഫോർ quite a long time. So this was the first sticker book that I'm having. Different ആണ്. I've used factor note stickers before. I like the factor notes stickers ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ലെറ്റ്സ് സീ. ഒരു ക്യൂട്ട് ലിറ്റിൽ ലെറ്റർ ഉണ്ടായിരുന്നു. അതിന് പിന്നെ വയ്ക്കാൻ മാറ്റി വെച്ചു. ദിസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇസ് അഗെയിൻ സംതിങ് വിച്ച് ഐ മൈ നോട്ട് യൂസ് ഇറ്റ് ബട്ട് സ്റ്റിൽ കീപ്പ് ഇറ്റ് വിത്ത് മീ ഫോർ എവർ. Cute little item. So yes, and finally the planner. സ്പൈറൽ പ്ലാനറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വിച്ച് ഈസ് ഈസി ഫോർ മീ. കാരണം എനിക്ക് ഫുൾ പേജസ് ചേഞ്ച് ചെയ്ത് വയ്ക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് പിക്ചേഴ്സ് ഒട്ടിക്കണം എന്നുണ്ട് ദിസ് ടൈം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പൈറലാണ് ചൂസ് ചെയ്തത്. മൈ പ്രിഫറൻസ് വാസ് സ്പൈറൽ. ലാസ്റ്റ് 2 times ഞാൻ യൂസ് ചെയ്തത് വാസ് ഫാക്ടർ നോട്ട്സിന് യൂസ് ചെയ്തായിരുന്നു. കപ്പ് ഓഫ് നൊസ്റ്റാൾജി ആയിരുന്നു ഇതിന് മുന്നേ യൂസ് ചെയ്തത്. ബോത്ത് ഓഫ് ദം വർ ഹാർഡ് ബൈൻഡ് കോപ്പീസ്, ബട്ട് ദിസ് ടൈം ഫസ്റ്റ് ടൈം സ്പൈറൽ. ആൻഡ് പേപ്പർ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് ഓഫ് ഹൈ ക്വാളിറ്റി പേപ്പർ. മന്ത് വൈസ് സ്പ്ലിറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് യെസ്, അതിൻ്റെ കളേഴ്സ് വാസ് എ ബിറ്റ് ബ്രൈറ്റ്, ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി നൈസ് വൺ. സോ ഫ്ലിപ്പിംഗ് ത്രൂ ദി പ്ലാനർ, നോർമൽ എല്ലാ പ്ലാനേഴ്സിലും മേലെ നമുക്ക് നമ്മുടെ ഫേസ് വെക്കാനൊരു സെക്ഷൻ. നോർമൽ പ്ലാനർ ബിലോങ്സ് ടു മന്ത് ഓഫ് ദി ഇയർ, ജനറൽ ഡാറ്റ. പിന്നെ സൈഡിൽ മന്ത് വൈസ് സെഗ്രിഗേഷൻ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ, ഹോളിഡേയ്സ്, ലൈക്ക് എനി അതർ പ്ലാനർ. ബട്ട് യെസ്, ആസ് സെഡ്, പേപ്പർ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്.
പിന്നെ ലെറ്റർ ഫ്രം യു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഒരു ലെറ്റർ എഴുതാനുള്ളൊരു സ്പേസ്, ഈ പേജ് നമുക്ക് ടയർ ചെയ്ത് കളഞ്ഞ് വെക്കാം. ആൻഡ് ദിസ് ഇസ് ദ എൻവലപ്പ് സൈഡ് തിങ്. നമുക്ക് ഇത് ടയർ ചെയ്ത് ലെറ്റർ എഴുതിയിട്ട് നമുക്ക് തന്നെ സൂക്ഷിച്ചിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് വായിക്കാൻ എന്ന രീതിയിലേക്ക്. പിന്നെ യൂഷ്വൽ ഗോൾ പേജസ്, നോട്ട്സ്. Each month has a theme. January was silly conversations. അങ്ങനെ ഓരോ മന്ത് there was separate theme. Normal monthly calendar section ഉണ്ട്. Day section is there. I personally prefer കുറച്ചും കൂടെ വലിയ day section, but let's see how it goes in this planner. And yes, monthly meal plan section, something that I might not use much, but let's see ഈ ഇയർ യൂസ് ചെയ്യുമല്ലോ എന്നുള്ളത് അറിയില്ല. നെക്സ്റ്റ് വാസ് ഫെബ്രുവരി, വിച്ച് സെഡ് സിമ്പിൾ തിങ്സ്, ഹൈലൈറ്റ്സിൻ്റെ സെക്ഷൻ. അങ്ങനെ എവറി മന്ത് ഇറ്റ്സ് എ സെയിം സെക്ഷൻ. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് കുറച്ച് ബ്ലാങ്ക് പേജസ് ഉണ്ട്, ഹൈലൈറ്റ്സ് ഓഫ് ദി ഇയർ എഴുതാൻ. പിന്നെ ബുക്സ് ഐവ് റെഡ് ആൻഡ് മൂവീസ് ഐവ് വാച്ച്ഡ്, അങ്ങനത്തെ ഒരു ബേസിക് തിങ്, ബ്ലാങ്ക് പേജസ്. രണ്ട് രീതിയിൽ വരുന്ന നമുക്കൊരു ബുക്ക് മാർക്ക് മെത്തഡ് സംഭവം. പിന്നെ ഒരു ബ്ലാങ്ക് പൗച്ച് വേർ വി ക്യാൻ കീപ്പ് സ്റ്റിക്കേഴ്സ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലെറ്റർ എൻവലപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. സ്പൈറൽ ബുക്കിൻ്റെ ചെറിയൊരു പ്രശ്നം, നമുക്ക് ഇടയ്ക്ക് ക്ലോസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ബട്ട് സ്റ്റിൽ മൈ പ്രിഫറൻസ് ഇസ് ഫോർ സ്പൈറൽ ദിസ് ഇയർ. ആൻഡ് ഹാവ് ദി ബെസ്റ്റ് ഡേ എന്ന രീതിയിലൊരു കളർഫുൾ സെറ്റ് പ്ലാനറാണ്. ഹോപ്പ്ഫുള്ളി ഈ പാക്കേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.